ഹലോ, ലേൺ ആൻഡ് ഗ്രോ വിത്ത് ആയിഷു എന്ന യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക് എന്താണെന്ന് നോക്കാം. ഓരോ റിലേഷൻഷിപ്പിൽ നിൽക്കുന്ന വ്യക്തികൾക്കും അവരുടെ ഉള്ളിൽ ഒരുപാട് ആശകളും അല്ലെങ്കിൽ മോഹങ്ങളും ഒക്കെ ഉണ്ടാവും. ഇത്തരത്തിൽ ഏതൊരു പുരുഷനും താൻ സ്നേഹിക്കുന്ന പെൺകുട്ടിയിൽ നിന്നും ആഗ്രഹിക്കുന്ന കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സപ്പോർട്ട് ചെയ്യാനും അതേപോലെ തന്നെ വീഡിയോക്ക് ലൈക്ക് ചെയ്യാനും മറക്കരുതേ. നമ്മുടെ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയയാണ്. അതായത് ചില സ്ത്രീകളുണ്ട്, അവരുടെ ഹസ്ബൻഡ് അല്ലെങ്കിൽ ലവറൊക്കെ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് പോയിട്ട് വരുവാണെങ്കിൽ, ഇപ്പോൾ ഹസ്ബൻഡ് ആണെങ്കിൽ ജോലിക്കൊക്കെ പോയിട്ട് വരുമ്പോഴത്തേക്കും ഓടി വന്നിട്ട് ഫോൺ കയ്യിൽ നിന്ന് വാങ്ങിക്കും. എന്നിട്ട് പിന്നെ ഫുള്ള് ചെക്കിംഗ് ആണ്. ഇതാരെയൊക്കെയാണ് വിളിച്ചത്, ഇതാരാണ്, ആർക്കാണ് മെസ്സേജ് അയച്ചു തുടങ്ങി വാട്സപ്പിലും ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലും സാധാ കോൾ ലിസ്റ്റൊക്കെ എടുത്തിട്ട് നോക്കും. ഇങ്ങനെ ഓരോ കാര്യങ്ങൾക്ക് അല്ലെങ്കിൽ ഭർത്താവിനെ എപ്പോഴും സംശയിക്കുന്ന ഒരു ഭാര്യയാകരുത് നിങ്ങൾ. അവരെ മനസ്സിലാക്കുന്ന അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ, അവരുടെ ഇമോഷൻസ് ഇതൊക്കെ മനസ്സിലാക്കി മുൻപോട്ട് പോകുന്ന ഒരു വ്യക്തിയായിരിക്കണം നിങ്ങൾ എന്നാണ് എല്ലാ പുരുഷന്മാരും എപ്പോഴും ആഗ്രഹിക്കുന്നത്. പിന്നെ കുഞ്ഞു കുഞ്ഞു സംശയങ്ങളൊക്കെ നല്ല രസമൊക്കെയുള്ള കാര്യങ്ങളാണ്. പിന്നെ ഇത് ഭയങ്കരമായിട്ട് കൂടി കഴിയുമ്പോഴത്തേക്കുമാണ് ആ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഭയങ്കര ടോക്സിക് ആകുന്നത്. എല്ലാവരും ഇങ്ങനെയാണ് എന്നല്ല, എന്നാലും ഭർത്താവിൻ്റെ ഫോണൊക്കെ അവരുടെ അനുവാദമില്ലാതെ തുറന്നു നോക്കുക, അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ മെസ്സേജ് അയച്ചിട്ടുണ്ടെങ്കിൽ അത് ആരാണെന്ന് അന്വേഷിക്കുക. പിന്നെ അൺനോൺ നമ്പർ കണ്ടിട്ടുണ്ടെങ്കിൽ തിരിച്ച് അങ്ങോട്ട് വിളിച്ചിട്ട് ഇതാരാണ്, എന്തിനാണ് എൻ്റെ ഹസ്ബൻഡിനെ വിളിച്ചത്, ഇങ്ങനെയൊക്കെ അന്വേഷിക്കുന്ന ഭാര്യമാരുമുണ്ട്. നിങ്ങൾ ഒരിക്കലും ഇങ്ങനെ സംശയരോഗമുള്ള ഒരു സ്ത്രീ ആകരുത്. ഇതാണ് എല്ലാ പുരുഷന്മാരും ആഗ്രഹിക്കുന്നത്. പിന്നെ സംശയരോഗം ഇല്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ അതൊരു ദുരുപയോഗമായിട്ട് നിങ്ങൾ പുരുഷന്മാരെ കാണുകയും ചെയ്യരുത്. ഇതാണ് ഫസ്റ്റ് പോയിന്റ്. ഇനി സെക്കൻഡ് പോയിന്റ് എന്ന് പറയുന്നത് വാശിയാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പല ഫിലിംസിൽ അല്ലെങ്കിൽ വീഡിയോസിലൊക്കെ ഓരോ സ്ത്രീകൾ അല്ലെങ്കിൽ പെൺകുട്ടികൾ ഓരോരോ കാര്യങ്ങൾ വേണം എന്നും പറഞ്ഞിട്ട് വാശി പിടിക്കുന്നത്. വീഡിയോയിലൊക്കെ കാണാൻ വേണ്ടി രസമൊക്കെ ആയിരിക്കും, പക്ഷേ റിയൽ ലൈഫിൽ പുരുഷന്മാർക്ക് ഇതൊട്ടും ഇഷ്ടമുള്ള കാര്യമേ അല്ല. അതായത് എനിക്ക് ആ ഒരു സാധനം വാങ്ങിത്തരണം, അത് വാങ്ങിത്തരാതെ ഞാൻ ഇവിടുന്ന് എണീക്കില്ല, ഫുഡ് കഴിക്കില്ല, ഇങ്ങനെ പറഞ്ഞിട്ട് വഴക്കുണ്ടാക്കുന്ന സ്ത്രീകളുമുണ്ട്. എല്ലാവരും ഇങ്ങനെയാണ് എന്നല്ല, പക്ഷെ ഇങ്ങനെയുള്ളവരും ഉണ്ട്. ഒരിക്കലും നിങ്ങളിങ്ങനെ വഴക്ക് അല്ലെങ്കിൽ വാശി കാണിക്കരുത്. ഒരു സാധനം വേണം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് മാന്യമായിട്ട് ചോദിക്കാം, അല്ലെങ്കിൽ സ്നേഹത്തിൽ ചോദിക്കാം, എനിക്കൊരു സാധനം വാങ്ങിത്തരുമോ, എനിക്കത് ഒരുപാട് ഇഷ്ടമാണ്. ഇങ്ങനെയൊക്കെ നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ എന്താണെങ്കിലും ആ ഒരു വ്യക്തി എങ്ങനെയെങ്കിലും ഇത് വാങ്ങിക്കൊണ്ട് നിങ്ങൾക്ക് തരും. പക്ഷേ നീ എനിക്കത് വാങ്ങിത്തരണം, വാങ്ങി തന്നേ പറ്റുള്ളൂ, ഇല്ലെങ്കിൽ ഞാൻ എൻ്റെ വീട്ടിൽ പോകും, ഫുഡ് കഴിക്കില്ല, നിന്നോട് മിണ്ടില്ല, ഇങ്ങനെയൊക്കെ നിങ്ങൾ അനാവശ്യമായിട്ട് വാശി കാണിക്കുകയാണ് എങ്കിൽ ആ ഒരു പുരുഷന് നിങ്ങളുള്ള ഇഷ്ടം അതാണ് അവിടെ കുറഞ്ഞു പോകുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും വാശി കാണിക്കരുത്. എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓപ്പണായിട്ടത് ചോദിക്കാവുന്നതാണ്. ഇതാണ് സെക്കൻഡ് പോയിന്റ്. ഇനി തേർഡ് പോയിന്റ് എന്ന് പറയുന്നത് നീറ്റ്നെസ് ആണ്. നമ്മളെപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, സ്ത്രീകളൊക്കെ തന്നെ ഒരു പുരുഷനെ ഇഷ്ടപ്പെടുന്നത് അവൻ്റെ വൃത്തിയും വെടുപ്പും ഒക്കെ കണ്ടിട്ടാണ് എന്നുള്ളത്. അതായത് മുടിയും താടിയും ഒക്കെ നല്ല രീതിയിൽ വെട്ടി വൃത്തിയായിട്ട് കുളിച്ച് നടക്കുന്ന പുരുഷന്മാരോടാണ് സ്ത്രീകൾക്ക് ഇഷ്ടം തോന്നുന്നത് എന്നുള്ളത്. പക്ഷേ ഇതേപോലെയൊക്കെ തന്നെയാണ് പുരുഷന്മാരും. അതായത് അവർ കല്യാണം കഴിക്കുന്ന അവരുടെ വൈഫ് അല്ലെങ്കിൽ ആ ഒരു പെൺകുട്ടിക്ക് നല്ല വൃത്തിയും വെടുപ്പും വേണം, അത്യാവശ്യം കാര്യങ്ങളെല്ലാം മാനേജ് ചെയ്യണം, എന്ത് സാധനമാണെങ്കിലും എടുത്ത സാധനം എടുത്തെടുത്ത് കൊണ്ട് വെക്കണം, ഇങ്ങനെ എല്ലാ കാര്യങ്ങളിലും ഒരു ഉത്തരവാദിത്വ ബോധം വേണം. ഇങ്ങനെ കുറേ കാര്യങ്ങൾ പുരുഷന്മാരും ആഗ്രഹിക്കാറുണ്ട്. പിന്നെ വൃത്തിക്കും വെടുപ്പിനും നടക്കുന്ന സ്ത്രീകൾ പൊതുവേ പറയുന്ന ഒരു കാര്യമാണ് സ്ത്രീകൾ കുളിക്കാറില്ല എന്നുള്ളത്. നിങ്ങൾ കുളിച്ച് വൃത്തിയായിട്ട്, അതായത് ഇപ്പോൾ ഹെയറൊക്കെ ആണെങ്കിൽ നല്ല രീതിയിൽ കെയർ ചെയ്ത്, ഇപ്പം സ്വെറ്റ് അല്ലെങ്കിൽ വേർപ്പ് മണമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പെർഫ്യൂംസോ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാവുന്നതാണ്. ഇതൊക്കെ യൂസ് ചെയ്ത് വൃത്തിക്ക് നടക്കുന്ന സ്ത്രീകളെയാണ് പുരുഷന്മാർക്കും ഇഷ്ടപ്പെടുക. ഇതാണ് തേർഡ് പോയിന്റ്. ഇനി ഫോർത്ത് പോയിന്റ് എന്ന് പറയുന്നത് കെയറിങ് ആണ്. എല്ലാ ഭർത്താക്കന്മാരുടെയും ഒരു ഉള്ളിലുള്ളൊരു ആഗ്രഹമാണ് തൻ്റെ വൈഫ് തന്നെ ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ നോക്കി കൊണ്ടു നടക്കണം എന്നൊക്കെയുള്ളത്. പക്ഷേ സ്ത്രീകളൊക്കെ തന്നെ കല്യാണമൊക്കെ കഴിച്ച ആദ്യത്തെ കുറച്ച് മാസങ്ങളിലൊക്കെ ഭയങ്കര കെയറിങ് ആയിരിക്കും. പിന്നെ പയ്യെ പയ്യെ ആ ഒരു കെയറിങ് ഒക്കെ നല്ല രീതിയിൽ കുറഞ്ഞു വരും. കാരണം ഉത്തരവാദിത്വ ബോധങ്ങൾ അല്ലെങ്കിൽ ജോലി കാര്യങ്ങളൊക്കെ ആയിട്ട് ആ കെയറിങ്ങും കാര്യങ്ങളൊക്കെ അങ്ങോട്ട് നല്ല രീതിയിൽ കുറയും. പക്ഷേ എല്ലാ പുരുഷന്മാരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് തൻ്റെ വൈഫ് തന്നെ നല്ല രീതിയിൽ കെയർ ചെയ്യണം,
നിങ്ങൾക്ക് നിങ്ങളുടെ ഹസ്ബൻഡിനെ ഇപ്പം ജോലിക്കൊക്കെ പോകുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് ഇടയ്ക്ക് വിളിച്ച് ചോദിക്കാം, ഫുഡ് കഴിച്ചോ, ഇന്ന് ഒരുപാട് ജോലിയുണ്ടോ, നല്ല തിരക്കാണോ, ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് ചോദിക്കാം. ഇപ്പം വിളിക്കാൻ പറ്റിയില്ല എങ്കിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം. അതായത് ഇപ്പം വാട്സപ്പിൽ മെസ്സേജ് അയക്കുക, അല്ലാതെ മെസ്സേജ് അയക്കുക, ഫുഡ് കഴിച്ചോ, എന്തെടുക്കുകയാണ്, ജോലി തിരക്കാണോ, ഇങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ഇതൊക്കെ ഒരു കെയറിങ്ങിൻ്റെ ഒരു ഭാഗം തന്നെയാണ്. നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന എല്ലാ പുരുഷന്മാരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷേ പലരും ഇതൊന്നും ചെയ്യാറില്ല എന്നതാണ് സത്യം. ഇതാണ് 4th പോയിന്റ്. ഇനി നമ്മുടെ ലാസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ സപ്പോർട്ടാണ്. അതായത് ഒരിക്കലും ഭർത്താവിനെ മാത്രം ജോലിക്ക് വിട്ടിട്ട് ഞാൻ വീട്ടിൽ കയറിയിരുന്ന് ഫുഡൊക്കെ ഉണ്ടാക്കി അല്ലെങ്കിൽ വീട്ടുകാര്യങ്ങളൊക്കെ നോക്കിയിരുന്നോളാം എന്ന് നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത്. ഫിനാൻഷ്യൽ സപ്പോർട്ട് എന്ന് പറയുന്നത് പുരുഷന്മാരൊക്കെ തന്നെ നിങ്ങളിൽ നിന്നും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. നിങ്ങളുടെ ഹസ്ബൻഡിന് എന്തെങ്കിലും ഇപ്പോൾ ഒരു മാസമൊക്കെ ടൈറ്റോ കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ നിങ്ങളൊരു ചെറിയ സഹായം അവർക്ക് ചെയ്തു കൊടുക്കുകയാണെങ്കിൽ അതൊക്കെ എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് നിങ്ങളെക്കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള കുഞ്ഞു കുഞ്ഞു ജോലിയൊക്കെ ചെയ്തിട്ട് എല്ലാവരും സ്വന്തമായിട്ടൊരു വരുമാനമൊക്കെ കണ്ടെത്താൻ വേണ്ടിയിട്ട് നോക്കുക. അല്ലാതെ എൻ്റെ ഹസ്ബൻഡ് മാത്രം ജോലിക്ക് പോകട്ടെ, അയാൾ കൊണ്ടുവരുന്ന ഫുഡും കാര്യങ്ങളും മാത്രം ഞാൻ കഴിക്കത്തുള്ളൂ, അല്ലാതെ എന്നെക്കൊണ്ട് ജോലി ചെയ്യാനോ പൈസ ഉണ്ടാക്കാനോ ഒന്നും പറ്റില്ല, ഇങ്ങനത്തെ ഒരു ചിന്താഗതി ഒരിക്കലും നിങ്ങൾ കൊണ്ടു നടക്കരുത്. അതൊക്കെ മാറ്റിയിട്ട് നിങ്ങളെക്കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള ജോലിയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഇതാണ് 5th പോയിന്റ്. അപ്പോൾ പുരുഷന്മാർ സ്ത്രീയിൽ നിന്നും ആഗ്രഹിക്കുന്ന ഒരു 5 കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ നമ്മളിവിടെ നോക്കിയിരിക്കുന്നത്. വീഡിയോ ഇഷ്ടമായി തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനലൊക്കെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത ദിവസം പുതിയൊരു ടോപ്പിക്കായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.